ഓം ശാന്തി. ഞാൻ ഒരു പവിത്രമായ ആത്മാവാണ്. ഞാൻ എൻ്റെ ഭൃകുടിയാകുന്ന ആസനത്തിൽ വിരാജിതനാണ്. കോടിയിൽ ചിലർക്കു മാത്രമായി ലഭിക്കുന്ന പരമാത്മാ സ്നേഹം പ്രാപ്തമാക്കിയ ശ്രേഷ്ഠമായ ഭാഗ്യശാലി ആത്മാവാണ്. ഇപ്പോൾ ഞാൻ ഒരു സെക്കൻഡിൽ ഈ സാകാര സ്വരൂപത്തിൻ്റെ ശരീരബോധത്തിൻ്റെ സ്മൃതിയുടെ ഡ്രസ്സിനെ ഉപേക്ഷിച്ച് പ്രകാശത്തിൻ്റെ ഡ്രസ്സിനെ ധാരണ ചെയ്ത് ഞാൻ വദനത്തിലേക്ക് പറന്നുയരുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ബാബ്ദാദയുടെ അടുത്തേക്ക്. ഇപ്പോൾ ഞാൻ ബാബ്ദാദയുടെ മുന്നിലാണ്. ബാബ്ദാദയുടെ മസ്തകത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ജ്വാലാരൂപിയാകുന്ന ലൈറ്റ് എൻ്റെ മസ്തകത്തിൻ്റെ മൂന്നാമത്തെ നേത്രത്തിൽ ആത്മാവിൽ നിറയുകയാണ്. എൻ്റെ മൂന്നാമത്തെ നേത്രത്തിലൂടെ ജ്വാലാമുഖി ലൈറ്റ് പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. ഈ ലൈറ്റ് മായയെ നേത്രഹീനനും ശക്തിഹീനനും ബലഹീനനും ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മായ എന്നിൽ നിന്നും വിടവാങ്ങി സദാകാലത്തേക്കായി എന്നെ വിട്ടുപോകുകയാണ്. ഇതെല്ലാം ബാബ്ദാദ കണ്ടുകൊണ്ട് ഒരു ഗോൾഡൻ നെറ്റിച്ചുട്ടി കയ്യിലെടുത്തുകൊണ്ട് ബാബ്ദാദ എൻ്റെ അരികിലേക്ക് വരികയാണ്. ഈ ഗോൾഡൻ നെറ്റിച്ചുട്ടി സ്വയം ബാബ്ദാദ തന്നെ എൻ്റെ നെറുകയിൽ അണിയിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറയുകയാണ്, കുട്ടി, ഈ അടയാളം നിന്റെ ഗോൾഡൻ സ്ഥിതിയുടേതാണ്. സദാ ഉത്സാഹം നിറഞ്ഞ നിന്റെ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഓർമ്മ ചിഹ്നമാണ്. ബാബ വരമരുളുകയാണ്. സദാ ഓർമ്മയുടെയും സേവനത്തിൻ്റെയും ഉത്സാഹത്തിൽ ഇരുന്ന് പരമാത്മാ സ്നേഹത്തിൻ്റെ ആനന്ദകരമായ സുഖദായി ഊഞ്ഞാലാടുന്ന അവിനാശി രത്നമായി ഭവിക്കട്ടെ. എൻ്റെ മനസ്സിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും സഹയോഗത്തിൻ്റെ കൈകളിലൂടെയും മറ്റുള്ള ആത്മാക്കളും സ്വതവേ തന്നെ ഉണർവും ഉത്സാഹത്തിലേക്കും വരികയാണ്. എങ്ങനെയുള്ള ആത്മാക്കളായിക്കോട്ടെ, ഞാൻ സദാ അവരിൽ ഉണർവും ഉത്സാഹവും ഉണർത്തുന്ന തരത്തിലുള്ള വാക്കുകൾ മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ ബാബ എന്നെ ഒരു വിമാനത്തിലിരുത്തി ആകാശത്തിന് മുകളിലേക്ക് കറുത്ത കാർമേഘങ്ങളുടെ കൂട്ടത്തിനരികിലേക്ക് എന്നെ കൊണ്ടുപോകുകയാണ്. ഈ മേഘം ഒരു വലിയ നല്ല വിനോദത്തിൻ്റെ ദൃശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഈ കറുത്തിരുണ്ട മേഘങ്ങൾ ചിന്നിച്ചിതറുന്നതായി ഞാൻ കാണുകയാണ്.
ഞാൻ കണ്ടുകൊണ്ടേയിരിക്കെ മുഴുവൻ മേഘങ്ങളും അലിഞ്ഞ് ഇല്ലാതായി തീരുകയാണ്. അതേപോലെ എൻ്റെ ജീവിതത്തിലും കറുത്തിരുണ്ട മേഘങ്ങളാകുന്ന പ്രശ്നങ്ങൾ, കർമ്മക്കണക്കുകൾ, സ്വഭാവ സംസ്കാരങ്ങൾ എല്ലാം സമാപ്തമായി കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ആ സമയത്ത് കിട്ടിയില്ലെങ്കിലും എനിക്ക് ഈ ദൃഢനിശ്ചയമുണ്ട്. ഈ പ്രശ്നങ്ങളാകുന്ന കാർമേഘം വന്നിരിക്കുന്നത് തന്നെ പോകുന്നതിന് വേണ്ടിയാണ്. അതെന്നും എൻ്റെ മുന്നിൽ നിൽക്കില്ല, അത് പോകുക തന്നെ ചെയ്യും. എൻ്റെ സഫലത നിശ്ചിതമാണ്. ഈ അനുഭവം തരുന്ന, സഹായിക്കുന്ന ബാബയുടെ സ്നേഹത്തിൽ ഞാൻ ലയിച്ചിരിക്കുകയാണ്. എത്ര തന്നെ വ്യർത്ഥ സങ്കല്പങ്ങൾ, പുതിയ പുതിയ പ്രശ്നങ്ങൾ, സ്വഭാവ സംസ്കാരങ്ങൾ, കർമ്മത്തിൻ്റെ കണക്കുകൾ, അതിനെയെല്ലാം ഞാൻ പറക്കുന്ന കലയിലൂടെ, സകാശിലൂടെ പരിവർത്തനം ചെയ്ത് സന്തോഷത്തോടെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ധർമ്മരാജപുരിയെ മറികടക്കുന്നതിന് വേണ്ടി എല്ലാ കർമ്മത്തിൻ്റെ കണക്കുകളും ഇവിടെ തന്നെ വെച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശക്തി സ്വരൂപമായ ആത്മാവാണ്. സദാ ശക്തികളുടെ ശസ്ത്രധാരിയാണ് ഞാൻ. മായയിൽ സദാ നിർഭയനാണ്. ഞാൻ കാരണമാകുന്ന നെഗറ്റീവിനെ പരിഹാരമാകുന്ന പോസിറ്റീവിലേക്ക് പരിവർത്തനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സങ്കല്പമാകുന്ന കാല് സദാ അചഞ്ചലമാണ്. ഞാൻ ഒരു ബലം, ഒരു വിശ്വാസത്തിൽ ഇരിക്കുന്ന ആത്മാവാണ്. എന്നെ സംബന്ധിച്ച് ഒരു കാര്യവും അസംഭവ്യമല്ല. ഞാൻ ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചിരുന്ന് സർവശക്തികളാൽ സമ്പന്നമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ ബാബയുടെ ഹൃദയ സിംഹാസനധാരിയാണ്. സദാ എൻ്റെ ചലനത്തിലൂടെയും മുഖത്തിലൂടെയും പവിത്രതയുടെ റോയൽറ്റി കാണിക്കുന്ന ആത്മാവാണ് ഞാൻ. സദാ വിശേഷതകളാൽ സമ്പന്നമായ ബ്രാഹ്മണ ആത്മാവാണ് ഞാൻ. ഓം